കോടികൾ മുടക്കി നിർമ്മിച്ചതാണ് ഈ കോതിപ്പാലം. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ഈ പാലം കൊണ്ട് ഈ നാട്ടുകാർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഉണ്ടാവണമെങ്കിൽ കോണി കയറുന്ന ഒരു വാഹനം കണ്ടുപിടിക്കണം. പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് 12 വർഷം കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡുണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്രോച്ച് റോഡെന്ന സ്വപ്നം വിദൂരത്താണെന്ന് തിരിച്ചറിഞ്ഞ നാട്ടുകാർ 3 വർഷം മുമ്പ് പിരിവെടുത്താണ് ഈ ഇരുമ്പ് കോണി നിർമ്മിച്ചത്. കല്ലായിപ്പുഴയുടെ മറുകരയെത്തണമെങ്കിൽ ഒരു നാടിന് മുഴുവൻ ഈ ഇരുമ്പ് കോണി കയറണം. അതിന് കുട്ടികളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ല. 3 കോടിയിലധികം രൂപ ചെലവിട്ട് ഒരു പാലം നിർമ്മിച്ചിട്ട് നാടിന് ഒരു ഗുണവുമില്ലെന്ന് ചുരുക്കം. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സന്തോഷപൂർവ്വം സ്വീകരിച്ചാണ്, സ്വാഗതം ചെയ്താണ് ഈ പ്രദേശത്തുകാർ. പക്ഷേ ഇന്ന് അവർ ഈ പാലം പോണോ എന്ന് പറഞ്ഞിട്ടാണ്, അവരുടെ ശാപമാണ് എന്ന് പറയുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പോകാനും വരാനൊക്കെ വെള്ളത്തിലല്ല മക്കൾ ഈ സ്കൂളിൽ പോകണ മക്കളൊക്കെ നീന്തി പിടിച്ച് പോണതും വരുന്നതൊക്കെ അതിനെ പറ്റിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ പുനരധിവാസമാണ് പ്രധാന പ്രശ്നം. ഓർക്കണം, കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിലെ ഏക തടസ്സം ലാൻഡ് അക്വിസിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ തീരുന്നില്ല. ഒരു പണി തീർന്നാൽ വേറൊരു പണി പറയും, ആ പണി തീർന്നാൽ വേറൊരു പണി പറയും. അവരുടെ സാങ്കേതികത്വങ്ങൾ ഇങ്ങനെ നീളം, ഓരോന്നിനും മാസങ്ങളെടുക്കും. ഒരു കോൺക്രീറ്റ് പാലത്തിൻ്റെ യൗവനം 20 വർഷമാണ്. കോതിപ്പാലം പാലം എന്ന കടമ പൂർത്തീകരിക്കാതെ 12 വർഷം കഴിഞ്ഞു. പാലത്തിൽ കോണി വെച്ച് കയറേണ്ട ഒരു നാടിൻ്റെ ഗതിയിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ലജ്ജിക്കട്ടെ. KC വിപിൻ, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.